എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചാണ്. എപ്സ്റ്റീൻ ഫയലുകൾ ഇതാ പുറത്തു വരുന്നു, ലോകം ഞെട്ടാൻ പോകുന്നു, ഇന്ത്യയും ഞെട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നതിന് ശേഷം ആരൊക്കെയാണ് ഞെട്ടിയത്, ആർക്കെതിരെയൊക്കെയാണ് ആ ഫയലുകൾ സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 2 ദിവസമായി എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നിട്ട് ആരെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങൾ, അതിലെ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അതിൽ പുതുതായിട്ട് എന്തെങ്കിലും ഇല്ല. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പടങ്ങൾ വന്നിട്ടുള്ളത് ബിൽ ക്ലിൻ്റൻ്റെയാണ്. അപ്പോൾ ബിൽ ക്ലിൻ്റൺ എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം അത് മുമ്പേ അറിയാവുന്നതാണ്. അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് നോം ചോംസ്കി മുതൽ ബിൽ ക്ലിൻ്റൺ വരെ, അങ്ങനെ പറയുമായിരിക്കും നല്ലത്, നോം ചോംസ്കി മുതൽ ബിൽ ക്ലിൻ്റൺ വരെയുള്ള ആളുകൾ എപ്സ്റ്റീനുമായിട്ടുള്ള സഹവാസത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും നേരത്തെ തന്നെ ഡോക്യുമെൻ്ററി, നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഫിൽത്തി റിച്ച് എന്ന പേരിൽ. അതിൽ ഈ പറയുന്ന മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ ഇതിലുള്ള വിശദാംശം എന്ന് വെച്ചാൽ, ഒരു ലീഗൽ പെർസെപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിൽ കുറ്റകരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വരണം എന്ന് ആൾ പറയുമ്പോൾ, അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ട്രംപിന് ഇയാളുമായിട്ടുള്ള ഇടപാടെന്താണ്? ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വിടണം എന്ന് ഏറ്റവും ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു ട്രംപിൻ്റെ കൂടെയുള്ള മാഗ ക്യാമ്പാണ്. അപ്പോൾ മാഗ ക്യാമ്പ് ഇപ്പോൾ ആകെ വിരളി പിടിച്ചേക്കാണ്. കാരണം ഇത് കുറേ കാര്യങ്ങൾ റിഡാക്ട് ചെയ്തിട്ടാണ് പുറത്തുവിട്ടുള്ളത്. കുറേ അധികം വിവരങ്ങൾ മാറ്റിവെച്ചാണ്. മാറ്റിവെക്കാനുള്ള കാരണം, ഒന്ന്, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, ആ ബന്ധം വഷളാക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണ്ട എന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മറയിട്ടുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീനുമായിട്ടുള്ള സൗഹൃദമാണ്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. അവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നുണ്ട്. ഈ പറയുന്ന ഡോക്യുമെൻ്ററിയിലും പറയുന്നുണ്ട്. അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു പീഡോഫീലാണോ? ഇതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നൽകുന്ന സൂചനകളാൽ ഇങ്ങനെ ഫ്ലഡ് ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റയിലെ മുഴുവൻ വീഡിയോസും ട്രംപ് ഒരു പീഡോഫീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, ആരോപിക്കുന്ന വീഡിയോകളുടെ പ്രവാഹമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് അയാൾ പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പുള്ള അയാളുടെ ബിസിനസ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 90s ഈ ഏർലി 2000 ആ പീരീഡിലും ഇയാൾ നടത്തിയിട്ടുള്ള പാർട്ടികൾ, ഇയാൾ ആ പാർട്ടികളുമായി ബന്ധപ്പെട്ട വന്ന ചിത്രങ്ങൾ, എന്തിന് അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രി ഇവാങ്ക ട്രംപുമായിട്ടുള്ള ട്രംപിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ട് പോലും അതൊരു പീഡോഫൈൽ ആണ് എന്നതിന് സൂചന നൽകുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര ഇന്നപ്രോപ്പറേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ഇവാങ്കയും, US സമൂഹത്തിന് പോലും ഇന്നപ്രോപ്പറേറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്, ഇവാങ്കയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇയാൾ ഒരു പീഡോഫൈലാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ആരോപണം ഒരുപക്ഷെ ഡെമോക്രാറ്റുകളുടെ ഒരു സംയോജിതമായ പ്രചാരണമാകാൻ വഴിയുണ്ട്. പക്ഷേ അവർ മാത്രമല്ല, മാഗ ക്യാമ്പിലുള്ളവർ പോലും അങ്ങനെ സംശയിക്കുന്നു എന്നുള്ളിടത്താണ് ട്രംപ് ആകെ പരുങ്ങലിലായിട്ട് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പിഡോഫീലിയ മാത്രമല്ല എപ്സ്റ്റീനെതിരായിട്ടുള്ള സംശയങ്ങളുടെ, കോൺസ്പിരസി തിയറികളുടെ കാതലെന്ന് പറയുന്നത്. എപ്സ്റ്റീൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരാൾ, അയാൾ ഭയങ്കരമായിട്ട് റിച്ചാണ്, അയാൾ ചിലപ്പോൾ വാൾ സ്ട്രീറ്റിൽ പോയി പൈസ ഉണ്ടാക്കിയതാണ്, അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ ജീവിതം ആഘോഷിച്ചതാണ് എന്നൊക്കെ പറയാം. ഒരു ക്രിമിനൽ വേ ഓഫ് ലൈഫിലൂടെ ആഘോഷിച്ചതാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇയാൾക്ക് ഇത്രയും പൈസ എവിടെ നിന്നുണ്ടായി? എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇയാളുടെ ഗസ്റ്റാവുന്നത്? അവരൊക്കെ എങ്ങനെയാണ് ഈ രാഷ്ട്ര താല്പര്യങ്ങൾ, നയതന്ത്ര കാര്യങ്ങളെപ്പോലും ഇടപെടുന്ന രീതിയിൽ ഇയാൾ ഇൻഫ്ലുവൻഷ്യലായത് എങ്ങനെയാണ്? ഇങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ യഹൂദ് ബറാക്ക് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു സർവൈവർ തന്നെ അവരുടെ ആത്മകഥയിൽ, മരിക്കുന്നതിന് മുമ്പ് എഴുതിയ, മരിച്ചതിന് ശേഷം പുറത്തു വന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ യഹൂദ് ബറാക്കാണെന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാവും. അയാൾ തന്നെ, വിക്ടോറിയ എന്നാണ് പെൺകുട്ടിയുടെ പേര്, അവർ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അവർ പറയുന്നത്, എന്നെ ഏറ്റവും ഭീകരമായി ആക്രമിച്ച, അവരൊന്നും മൈനറാണ്, ഭീകരമായി ആക്രമിച്ചവരിലൊരാൾ ഈ പ്രൈം മിനിസ്റ്ററാണ്. അതായത് ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ, ഞാൻ വേദനിച്ച് നിലവിളിക്കുമ്പോൾ ഇയാൾ ഉന്മത്തനാവുമായിരുന്നു എന്നാണ് അവർ ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ യഹൂദ് ബറാക്ക് പല ഒഫീഷ്യൽ പദവി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇയാളുടെ ആതിഥേയത്വം സ്വീകരിച്ച് അമേരിക്കയിലെത്തിയിരുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഈ മിലിറ്ററി വിപണി, സൈനിക ഉപകരണങ്ങളുടെ വിപണിയുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഡീലുകളും മീറ്റിങ്ങുകളും സെറ്റ് ചെയ്തിരുന്ന ഇയാളാണ്, എപ്സ്റ്റീനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇയാൾ ഒരിക്കൽ ജയിലിൽ പോയി പുറത്തു വന്നതിന് ശേഷം സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങി. സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം, സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യ ബഷാർ അൽ അസദിൻ്റെ കൂടെയായിരുന്നു. അയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നുകൊണ്ടിരുന്നത്. IS-നെതിരെ എന്ന പേരിൽ റഷ്യ അവിടെ സൈനികമായി ഇടപെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ബഷാറിനെ താഴെ ഇറക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ താല്പര്യമായിരുന്നു. അപ്പോൾ ബഷാറിനെ താഴെ ഇറക്കാൻ വേണ്ടി
പുട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രൊജക്റ്റ് എപ്സ്റ്റീൻ തന്നെ മുന്നോട്ട് വയ്ക്കുകയും അത് മുന്നോട്ട് പോയാൽ ഫെയിലറായി, അത് വേറെ കാര്യം. അങ്ങനെ പോകാൻ കഴിയുന്ന അത്ര ശക്തിമത്തായ ഒരാളാണ്. അങ്ങനെ ഒരാൾ കേവലമായൊരു ഫിൽത്തി റിച്ച് മാത്രമല്ല എന്ന വാദം മാഗ ക്യാമ്പിൽ തന്നെയുണ്ട്. പക്ഷേ മാഗ ക്യാമ്പ് ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇത് രണ്ട് കൂട്ടരാണ്. ഈ മൊസാദ് ഏജൻ്റാണ് ഇയാൾ എന്നുള്ള തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, മാഗ ക്യാമ്പിലെ അതിതീവ്ര വലതുപക്ഷത്തിൽപ്പെട്ട കുറച്ച് ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള ആളുകൾ. കാരണം അമേരിക്കൻ പോളിസികളെ ഇസ്രായേൽ സ്വാധീനിക്കുന്നത് ഇത്തരം ആളുകൾ വഴിയാണ് എന്നവർ വിശ്വസിക്കുന്നു. ഇസ്രായേലിനെ വെറുതെ നമ്മൾ ചുമക്കുകയാണെന്ന് വിശ്വസിക്കുന്ന മാഗ ക്യാമ്പിലെ തീവ്ര നിയോ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. മറുവിഭാഗം എന്ന് പറയുന്നത് പലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇയാൾ മൊസാദ് ഏജൻ്റാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോപിക്കുകയാണ്. പക്ഷേ ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ, അങ്ങനെ കൺക്ലൂസീവായിട്ട് തെളിവുകൾ വന്നിട്ടില്ല ഇയാൾ മൊസാദ് ഏജൻ്റായിരുന്നു. പക്ഷേ അതിനുള്ള ധാരാളം സൂചനകൾ അതിലുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ DOJ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, ഇത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതും ഇത്തരം സൂചനകൾ റിഡാക്ട് ചെയ്തിട്ടാണ് ബാക്കി അത്ര ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളതുമാണ് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ട്രംപ് അല്പം പരുങ്ങലാണ്. ട്രംപിൻ്റെ പ്രശ്നം എന്താണ്? ട്രംപിൻ്റെ പ്രശ്നം താനൊരു പീഡോഫൈലാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വരുമോ എന്നുള്ളതാണ്. ഇതിപ്പം US നീതിന്യായ വകുപ്പാണ് പുറത്തു കൊണ്ടുവരുന്നത്. ആദ്യം ഒരു ബില്ലൊക്കെ ഇതിനു വേണ്ടി പാസ്സാക്കി. അപ്പോൾ ട്രംപ് ഭരണകൂടം തന്നെയാണ് ഇത് പുറത്തു കൊണ്ടുവരാൻ മുൻകൈ എടുക്കുകയും ചെയ്തത്. അങ്ങനെ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് ഇത് ട്രംപിനെതിരായി ഒരു സാധനം വരുന്നതെന്നുള്ളത്? അല്ല, അത് പുറത്തുവിടാൻ കാരണമാകുന്നത് ഈ നവംബറിൽ പാസ്സാക്കിയുള്ള നിയമമാണ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട്. ആ ആക്ട് നോക്കണം, ഇവരാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പുറത്തുള്ള രണ്ട് പ്രതിനിധികളാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഏതാണ്ട് ഏകകണ്ഠമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് എപ്സ്റ്റീൻ ഫയൽസ് ഒരാൾ മാത്രമാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് എന്നുവെച്ചാൽ ഡിസംബർ 19 ഈ ഫയൽ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ലോ അതിനുവേണ്ടി മാത്രമായിട്ട് പാസ്സാക്കപ്പെടുകയാണ്. അതാണ് ഈ പറയുന്ന ട്രാൻസ്പെറൻസി ആക്ട്, എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട്. അപ്പോൾ പക്ഷേ അവർ പുറത്തുവിട്ടപ്പം റിഡാക്ട് ചെയ്ത് കറുപ്പടിച്ചിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 1000-ലേറെ പേജുകൾ കറുപ്പടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിലിപ്പം അജിംസ് പറഞ്ഞ കാര്യം ഒന്ന് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഈ സർവൈവേഴ്സിൻ്റെ അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ ലൈഫിനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ആക്ച്വലി എന്താണോ അതിൽ ആളുകൾ അറിയേണ്ട, അല്ലെങ്കിൽ ഈ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ എന്ന് പറയുന്ന സംഗതികളെന്നാൽ അതൊക്കെ കറുപ്പടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പല ആളുകളും ഈ തമാശ വീഡിയോകളൊക്കെ ചെയ്ത് വിടുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽ, കുറേ കറുത്ത വരകൾ, എപ്സ്റ്റീൻ ഫയൽ ഇത്രാമത്തെ പേജ്, കുറേ കറുത്ത വരകൾ. ആളുകൾക്ക് മനസ്സിലാവാൻ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ അത് പക്ഷേ നോക്കൂ, 19-ാം തീയതി ഇടുന്നു. ഇനിയും അതിനുശേഷവും അതിൻ്റെ വിവിധ ഭാഗങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പുറത്ത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് റിഡാക്ട് ചെയ്ത ഭാഗങ്ങൾ പുറത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ഇനിയും ലീഗൽ പ്രോസസ്സുകളാകാം. അത് അമേരിക്കയിലൊരു വലിയൊരു ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അത് നിയമപരമായി അത് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള ചില പൊളിറ്റിക്കൽ ഫോളോ ഔട്ടുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടക്കർ കാൾസൺ എന്ന് പറയുന്ന മനുഷ്യൻ. നമ്മുടെ ആ വെടിയേറ്റ് മരിച്ച ചെറുപ്പക്കാരൻ്റെ പേരെന്തായിരുന്നു? ചാർലി കിർക്ക്. ഇപ്പോൾ ചാർലി കിർക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൺസ്പിറസി തിയറി ആണെങ്കിലും ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടൊരു തിയറിയാണെന്ത്, ഇദ്ദേഹത്തെ മൊസാദ് ഏജൻറ്റ്, ഇസ്രായേൽ ഏജൻറ്റുമാർ തന്നെയാണ് കൊന്നത്. കാരണം ഇയാൾ ലേറ്റർ സ്റ്റേജിൽ ഈ പറയുന്ന ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ബ്ലാങ്ക് ചെക്ക് ഉണ്ടല്ലോ, അതെന്തിനാണ് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ, ഈ മാഗ ക്യാമ്പ് അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ക്യാമ്പിൽ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വി ആർ ഫോർ അമേരിക്ക ഫസ്റ്റ്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യമെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക ഫസ്റ്റ് അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഫസ്റ്റാണ്. ഇസ്രായേലിന് വേണ്ടിയാണ് അത് വരുന്നതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഈ ഗസയിലെ ജിനോസൈഡ്, വംശഹത്യ, അത് ഓഫ് കോഴ്സ് ഗസയിൽ ഒരുപാട് മനുഷ്യന്മാർ വേദന സഹിച്ചിട്ടുണ്ട്. 60,000-70,000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ശരി തന്നെ, ഒക്കെ അത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അത് ഒരു സാമൂഹിക വിഭജനം സൃഷ്ടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സൊസൈറ്റിയിലാണ്. അമേരിക്കൻ സൊസൈറ്റിയെ നെടുക പിളർത്തിയിട്ടുണ്ട് ആ സംഭവം. ഇന്ന് അമേരിക്കൻ സൊസൈറ്റിയിലെ പുതിയ തലമുറ അവർ വളരെ എക്സ്പ്ലിസിറ്റായിട്ട്
വി ആർ വിത്ത് പാലസ്റ്റൈൻ എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ എലീറ്റ്സ് ആയിട്ടുള്ള ആളുകൾ അവരിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. നമ്മുടെ ചെറുപ്പക്കാർ നമുക്കെതിരെ തിരിയുന്നു, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ വലിയ തോതിൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് എന്തിനാണ് നമ്മൾ ഈ പഴി കേൾക്കുന്നത്? ഈ ബ്ലഡ് ഓൺ യുവർ ഹാൻഡ് എന്ന് പറയുന്ന മുദ്രാവാക്യം എല്ലാവരും കേൾക്കേണ്ടി വരുന്നു. ഈ പറയുന്ന പൊളിറ്റിക്കൽ എലീറ്റ്സ് എല്ലാവരും കേൾക്കേണ്ടി വരും. എന്തിനു വേണ്ടി? നമ്മളാരെയും കൊന്നോ? ഒന്നും ചെയ്തില്ല. എങ്ങാണ്ടോ കിടക്കുന്ന ഈ ഇസ്രായേലികൾക്ക് വേണ്ടി, നെതന്യാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെറി മുഴുവൻ കേൾക്കുന്നത്, നമ്മൾ ഈ കുത്തുവാക്ക് കേൾക്കുന്നത്. നമ്മളോട് ഈ ആളുകൾ ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്ന് പുനഃപരിശോധിക്കണം എന്ന ആലോചന വലിയ തോതിൽ ഈ പറയുന്ന മെഗാ ക്യാമ്പിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തുള്ള പല പ്രഭാഷണങ്ങളും അതിന് സൂചന നൽകുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി, രണ്ടാഴ്ചയുടെ മേലെയായി ടക്കർ കാൾസണിൻ്റെ പോഡ്കാസ്റ്റുകൾ ശ്രദ്ധിക്കുക. ഗോഡ് ഈസ് നോട്ട് വിത്ത് എനി കൺട്രി എന്നാണ്. ഇസ്രായേൽ എന്താണ് ദൈവത്തിൻ്റെ രാജ്യം എന്നുള്ളതാണല്ലോ പ്രചാരം. പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റുകളുടെയും ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെയും പ്രചാരണം ദൈവത്തിൻ്റെ രാജ്യമാണ്. ഗോഡ് ഈസ് നോട്ട് വിത്ത് എനി കൺട്രി, വിത്ത് എനി കൺട്രി സൈഡ് എന്നും പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ദൈവം ധാർമ്മികതയുടെ പക്ഷത്താണ്, അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷത്തല്ല. ക്രിസ്ത്യൻ സയനിസ്റ്റുകളോട്, ഇവാഞ്ചലിസ്റ്റുകളോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വളർച്ചയും ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ക്രിസ്ത്യാനികൾ എന്താണ് പറയുന്നത് എന്നൊന്ന് ചോദിക്കുമോ? അവരോട് ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബെത്ലഹേമിലെ ക്രിസ്ത്യാനികളോട് ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ എന്ന് ടക്കർ കാൾസൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഇവിടെ ദോഹ ഫോറത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. ദോഹ ഫോറത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു നെറ്റ് ബേർഡനാണ്. ഇസ്രായേൽ എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻറ്റ് കൺട്രിയേ അല്ല, അതിനൊരു റിസോഴ്സുമില്ല. ഒരു അനാവശ്യമായൊരു ബേർഡൻ അമേരിക്ക ഏറ്റിയിരിക്കുകയാണ്. ഇസ്രായേലിനേക്കാൾ അമേരിക്കക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക, അമേരിക്കക്ക് ഉപകാരപ്പെടുക ഖത്തറാണ് എന്ന് വരെ ഈ മനുഷ്യൻ പറയുന്നു. അവിടെ വെച്ച് ടക്കർ കാൾസൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ഈ റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡിസ്റ്റുകൾ ടക്കർ കാൾസൺ അല്ല, ടക്കർ ഖത്തർസൺ എന്നാണ് ഇവർ പറയുന്നത്. ടക്കർ കാൾസൺ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ട്രംപിൻ്റെ അർണബ് ഗോസ്വാമി മോദിജിക്ക് വേണ്ടി എന്താണോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഇന്ത്യയിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അമേരിക്കൻ സൊസൈറ്റിയിൽ ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ടക്കർ കാൾസൺ. ഗോസ്വാമി മാറിയിട്ടുണ്ട്. അപ്പോൾ ടക്കർ കാൾസൺ മാറുന്ന സമയത്ത് തന്നെയാണ് മാറുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട്, മെഗാ സിവിൽ വാർ എന്നാണ് പറയുന്നത്. മെഗാ ക്യാമ്പിൽ തന്നെയുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാൽ ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നിയമപരം അജിംസ് പറഞ്ഞ പിഡോഫൈലിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചതിൻ്റെ, കച്ചവടം ചെയ്തതിൻ്റെ, സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ അതിഗുരുതരമായിട്ടുള്ള അതിൻ്റെ ക്രിമിനൽ ആസ്പെക്ട്സ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഓഫ് കോഴ്സ് അത് അമേരിക്കയിൽ ചർച്ച ചെയ്യാനായിട്ടൊക്കെ ആവും. പക്ഷേ ടക്കർ കാൾസൺ അതിൽ അതെടുക്കുന്ന നിലപാട് ഓക്കെ, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ എപ്സ്റ്റീൻ ആരാണ്? ഇവൻ ആർക്ക് വേണ്ടി പണിയെടുത്ത്? ഇവൻ പൈസക്ക് വേണ്ടി ചൈൽഡ് ട്രാഫിക്കിംഗ് നടത്തിയ ഒരാളല്ല. അല്ലെങ്കിൽ പെൺകുട്ടികളെ കാഴ്ചവെച്ച് ബിസിനസ്സുകാർക്കും പണക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കാഴ്ചവെച്ച് പൈസ ഉണ്ടാക്കാനുള്ള ആ അമ്മാതിരി ഒരു ദാരിദ്ര്യം പിടിച്ച മനുഷ്യനല്ല. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏജൻ്റാണ്. ഇയാൾ പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നത് പോലും എന്തിനാണ്? അങ്ങേർക്ക് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അമേരിക്കൻ നയങ്ങളെ ഇസ്രായേലിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പണിയെടുത്തൊരു സ്റ്റൂജാണ്. ഇതാണ് ടക്കർ കാൾസൺ ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ക്രിമിനൽ ആസ്പെക്ട്സ്, ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നതെങ്കിൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് വളരെ പ്രധാനമാണ്. ഈ ക്യാമ്പിലുള്ള ഒരാൾ തന്നെ. അപ്പോൾ ഇതിലേറ്റവും അധികം പ്രത്യക്ഷപ്പെടുന്ന, ഏറ്റവും വിവാദ നായകനായി പ്രത്യക്ഷപ്പെടുന്ന ആൾ യഹൂദ് ബാറക്കാണ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. എന്തുകൊണ്ട് യഹൂദ് ബാറക്കും ഈ മനുഷ്യനും നമ്മൾ ഇത്ര അടുപ്പം ഉണ്ടാകുന്നു? ഇത് ബേസിക്കലി ഇവൻ മൊസാദിൻ്റെ ഏജൻ്റാണ്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയെ സ്വാധീനിക്കാൻ, അമേരിക്കൻ നയങ്ങളെ തിരുത്തുവാൻ, അമേരിക്കൻ രഹസ്യങ്ങളെ ചോർത്തിയെടുക്കാൻ വേണ്ടി പണിയെടുത്ത ഒരാളാണ്.
എന്നുള്ള ആരോപണമുണ്ടല്ലോ, അത് ഈ ഒരുപക്ഷെ ഈ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട പിഡോഫിലിയുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരത്തിൽ ഒരുപക്ഷെ വന്നുകൊള്ളണമെന്നില്ല. പക്ഷെ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഡിബേറ്റായിട്ട് മാറുകയാണ്. ഈ പറയുന്ന മെഗാ സിവിൽ വാറിനെ എഗൻ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി, അതിനെ കൂടുതൽ കത്തിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാവും. അപ്പം എപ്സ്റ്റീൻ ഫയൽസ് ഇപ്പോൾ പുറത്തു വിട്ടെന്ന് വെച്ചാൽ പുറത്തു വിട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജെയിംസ് പറഞ്ഞാൽ നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇതിൽ റീഡാക്ട് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് 1000-ലേറെ പേജുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ റീഡാക്ട് ചെയ്യപ്പെട്ട പേജുകൾ എന്താണെന്നുള്ളതിനോട് പുറത്തു വരണം. അപ്പോൾ ആ ഫയൽ എന്നുള്ള നിലക്ക് അതിൻ്റെ എന്തെങ്കിലും ഫയൽ പുറത്തു വിട്ടു എന്നുള്ളതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പേജുകൾ കറുപ്പിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ സൊസൈറ്റിയിലും നമ്മൾ വിചാരിക്കാത്ത തലത്തിലുള്ള ചലനങ്ങൾ, അനുരണനങ്ങൾ അതിനിയുള്ള ദിവസങ്ങളുണ്ടാകും.